ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ തായാട്ടിൻ്റെ നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന് പറയുന്ന കൃതിയിലെ ക്വിസിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. കൂടാതെ ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. UP തലത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്വദേശ് മെഗാ ക്വിസിലെ ഒരു ടോപ്പിക്കാണ് കെ തായാട്ടിൻ്റെ നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന് പറയുന്ന കൃതി. കെ തായാട്ടിൻ്റെ നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന് പറയുന്ന കൃതിയിൽ കുറേ അധ്യായങ്ങളുണ്ട്. അതിലെ ഒന്നാമത്തെ അധ്യായമാണ് ഇതൊരു സാധാരണ കഥയല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സാധാരണ കഥയല്ല എന്ന ഒന്നാമത്തെ അധ്യായത്തിൽ നിന്ന് നമ്മൾ തയ്യാറാക്കിയ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങൾ പഠിക്കുക. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതൊരു സാധാരണ കഥയല്ല എന്ന ഒന്നാമത്തെ അധ്യായത്തിലെ ചോദ്യങ്ങൾ മാത്രമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ബാക്കിയുള്ള അധ്യായങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ആ വീഡിയോസൊക്കെ ലഭിക്കുവാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ആരാദ്യം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുവോ അവരെ നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ കഴിഞ്ഞ സ്വദേശ് മെഗാ ക്വിസിൻ്റെ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഇന്ത്യയുടെ രാഷ്ട്രീയ ശില്പി ആരാണ്? ഇതിൻ്റെ ശരിയായ ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ്. ഇനി ആരൊക്കെയാണ് വിന്നേഴ്സ് എന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് ഷിബ്ല ഫാത്തിമ, ശ്രേയ എസ് ജിത്ത്, ഫായിസ്, അഭിനീത്, സായുജ്യ M, ഹിന P, വൈഷ്ണവി ജോയ്, വേദവ് കൃഷ്ണ, പൃഥ്വി K, നുബുല, ദേവനന്ദ, ശിവാനി VA തുടങ്ങിയവരാണ്. എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ. ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനവും ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിലെ കുട്ടികൾക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ താല്പര്യം ഉണർത്തുന്നതിനു വേണ്ടി കെ തായാട്ട് എഴുതിയ കൃതി ഏതാണ്? കേരളത്തിലെ കുട്ടികൾക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ താല്പര്യം ഉണർത്തുന്നതിന് വേണ്ടി കെ തായാട്ട് എഴുതിയ കൃതിയാണ് നാം ചങ്ങല പൊട്ടിച്ച കഥ. രണ്ടാമത്തെ ചോദ്യം: നാം ചങ്ങല പൊട്ടിച്ച കഥ ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? അതായത് നാം ചങ്ങല പൊട്ടിച്ച കഥ ഏത് സാഹിത്യ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ഒന്നാമത്തെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ കേരളത്തിലെ കുട്ടികൾക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ താല്പര്യം തോന്നുവാൻ വേണ്ടിയാണ് കെ തായാട്ട് ഇങ്ങനെ ഒരു കൃതി രചിച്ചത്. അപ്പോൾ ഇതെന്തായാലും ബാലസാഹിത്യമായിരിക്കും. അതായത് നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന് പറയുന്ന കൃതി ഒരു ബാലസാഹിത്യമാണ്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആരാണ്? കെ തായാട്ടിൻ്റെ നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന് പറയുന്ന കൃതിക്ക് അവതാരിക എഴുതിയത് NV കൃഷ്ണവാര്യരാണ്. നാലാമത്തെ ചോദ്യം: നാം ചങ്ങല പൊട്ടിച്ച കഥയിലെ ആദ്യത്തെ അധ്യായം ഏതാണ്? ഇതൊരു സാധാരണ കഥയല്ല. ഇതാണ് കെ തായാട്ടിൻ്റെ നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന് പറയുന്ന കൃതിയിലെ ഒന്നാമത്തെ അധ്യായം. അഞ്ചാമത്തെ ചോദ്യം: പുസ്തകം ആരംഭിക്കുന്നത് ഏത് പുരാണ കഥയെ പരാമർശിച്ചുകൊണ്ടാണ്? വാമനൻ മഹാബലിയോട് 3 അടി മണ്ണ് ചോദിച്ച കഥ പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു കൃതി ആരംഭിക്കുന്നത്. ആറാമത്തെ ചോദ്യം: ശത്രുവിനെ ജയിക്കാൻ ഇന്ത്യക്കാർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ആയുധമായി തായാട്ട് പറയുന്നത് എന്താണ്? ശത്രുവിനെ ജയിക്കാൻ ഇന്ത്യക്കാർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ആയുധം ഇന്ത്യക്കാരുടെ ആത്മവിശ്വാസമായിരുന്നു എന്നാണ് കെ തായാട്ട് ഈ കൃതിയിലൂടെ പറയുന്നത്. ഏഴാമത്തെ ചോദ്യം 2 രീതിയിൽ ചോദിക്കാവുന്നതാണ്. ഒന്നാമത്തേത്: ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ്റെ ഭൂതകാലം തേടിപ്പോകുന്ന തായാട്ട് ഏത് സംഭവത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഇത് തന്നെ മറ്റൊരു രീതിയിലും ചോദിക്കാം: ബ്രിട്ടീഷ് ഭരണത്തിന് അടിക്കല്ല് പാകിയ സംഭവം ഏതാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഈ 2 ചോദ്യത്തിൻ്റെ ഉത്തരവും സെയിം തന്നെയാണ്. 1757 പ്ലാസി യുദ്ധമാണ് ഈ 2 ചോദ്യത്തിൻ്റെ ഉത്തരം. അതായത് ബ്രിട്ടീഷ് ഭരണത്തിന് അടിക്കല്ല് പാകിയ സംഭവമായി കെ തായാട്ട് പറയുന്നത് 1757 പ്ലാസി യുദ്ധമാണ്. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പ്ലാസി യുദ്ധത്തിൽ പങ്കെടുത്തവർ ആരൊക്കെയാണ്?
പ്ലാസി യുദ്ധം നടന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബംഗാളി നവാബ് സിറാജ് ദൗളയും തമ്മിലാണ്. 9ാമത്തെ ചോദ്യം, പ്ലാസി യുദ്ധത്തിൽ സിറാജ് ദൗളയെ ചതിച്ചത് ആരാണ്? മിർജാഫർ എന്ന സേനാനായകനാണ് പ്ലാസി യുദ്ധത്തിൽ സിറാജ് ദൗളയെ ചതിച്ചത്. വീഡിയോയിലെ 10ാമത്തെ ചോദ്യം, പ്ലാസി യുദ്ധത്തിന് കാരണമായി ബ്രിട്ടീഷു ചരിത്രകാരന്മാർ പ്രചരിപ്പിച്ച നുണക്കഥ തായാട്ട് വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇരുട്ടറ ദുരന്തം എന്നാണ് പ്ലാസി യുദ്ധത്തിന് കാരണമായി ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ പ്രചരിപ്പിച്ച നുണക്കഥയെ തായാട്ട് വിശേഷിപ്പിച്ചത്. എന്നാൽ 11ാമത്തെ ചോദ്യം ഇതാണ്, എന്തായിരുന്നു ഇരുട്ടറ ദുരന്തം? സിറാജ് ദൗള 146 സായിപ്പന്മാരെ ജനലുകളില്ലാത്ത തടവിൽ ഇടുകയും അവർ അവിടെ കിടന്ന് ശ്വാസം മുട്ടി മരിക്കുകയും ചെയ്തു എന്ന പ്രചരണത്തെയാണ് കെ തായാട്ട് ഇരുട്ടറ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത്. 12ാമത്തെ ചോദ്യം, ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുമ്പോൾ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് ആരാണ്? എലിസബത്ത് രാജ്ഞിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുമ്പോൾ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത്. 13ാമത്തെ ചോദ്യം, മറ്റു രാജ്യങ്ങളിൽ ഹിന്ദുസ്ഥാൻ അറിയപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? രത്നം വിളയുന്ന ഖനി എന്നാണ് മറ്റു രാജ്യങ്ങളിൽ ഹിന്ദുസ്ഥാൻ അറിയപ്പെട്ടിരിക്കുന്നത്. 14ാമത്തെ ചോദ്യം, ബാബറിൻ്റെ മുൻഗാമിയും അക്രമിയുമായിരുന്ന രാജാവ് ആരാണ്? ബാബറിൻ്റെ മുൻഗാമിയും അക്രമിയുമായിരുന്ന രാജാവിൻ്റെ പേരാണ് ടിമൂർ. വീഡിയോയിലെ 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചോദ്യം ഇതാണ്, വെടിമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ യുദ്ധം ഏതാണ്? ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ നടന്ന പാനിപ്പത്ത് യുദ്ധമാണ് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി വെടിമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് നടന്ന യുദ്ധം. 16ാമത്തെ ചോദ്യം, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി ആദ്യം സൂറത്തിലെത്തിയ വ്യക്തി ആരാണ്? വില്യം ഹോക്കിൻസ് ആണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി സൂറത്തിലെത്തിയ ആദ്യത്തെ വ്യക്തി. 17ാമത്തെ ചോദ്യം, സൂറത്തിൽ പാണ്ഡികശാല കെട്ടാൻ ജഹാംഗീറിൽ നിന്നും അനുവാദം നേടിയ ബ്രിട്ടീഷ് നാവികൻ ആരാണ്? സർ തോമസ് റോ ആണ് ആ ബ്രിട്ടീഷ് നാവികൻ. 17ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സർ തോമസ് റോ. 18ാമത്തെ ചോദ്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയ സ്ഥലം ഏതാണ്? നമ്മുടെ സ്വന്തം കോഴിക്കോടിലെ കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ് വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയത്. 19ാമത്തെ ചോദ്യം, കോഴിക്കോട് വന്ന പോർച്ചുഗീസുകാരെ നേരിട്ട ധീരനായ സ്വാതന്ത്ര്യ സമര നായകൻ ആരാണ്? കോഴിക്കോട് വന്നിറങ്ങിയ പോർച്ചുഗീസുകാരെ നേരിട്ട ധീരനായ സ്വാതന്ത്ര്യ സമര നായകനാണ് നമ്മുടെ കുഞ്ഞാലി മരക്കാർ. വീഡിയോയിലെ 20ാമത്തെ ചോദ്യം, മദ്രാസിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പണിത കോട്ട ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? മദ്രാസിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പണിത കോട്ട സെൻറ്റ് ജോർജ് കോട്ട എന്നാണ് അറിയപ്പെടുന്നത്. 21ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് വാഴ്ചയ്ക്കെതിരെയായി തടസ്സമുയർത്തിയ ഒന്നാമത്തെ ഭാരതീയ ഭരണാധികാരി ആരാണ്? സിറാജ് ദൗളയാണ് ബ്രിട്ടീഷ് വാഴ്ചയ്ക്കെതിരെ തടസ്സമുയർത്തിയ ഒന്നാമത്തെ ഭാരതീയ ഭരണാധികാരി. 22ാമത്തെ ചോദ്യം, വാറൻ ഹെസ്റ്റിംഗസ് എന്ന ഗവർണർ ജനറലിനെ എതിർത്ത ഇന്ത്യക്കാരൻ ആരായിരുന്നു? 22ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മഹാരാജ നന്ദകുമാർ. 23ാമത്തെ ചോദ്യം, നമ്മൾ നേരത്തെ പറഞ്ഞ മഹാരാജ നന്ദകുമാറിൻ്റെ വധശിക്ഷയെക്കുറിച്ച് ഡയറി എഴുതിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്?
മഹാരാജ നന്ദകുമാറിൻ്റെ വധശിക്ഷയ്ക്ക് വേണ്ടിയുള്ള ഡയറി എഴുതിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് അലക്സാണ്ടർ മെക്രാംബി. വീഡിയോയിലെ 23ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കെ തായാട്ടിൻ്റെ ശരിയായ പേര് എന്താണ്? ഇതെല്ലാവർക്കും അറിയാവുന്ന എളുപ്പമുള്ള ചോദ്യമാണ്. തായാട്ട് കുഞ്ഞനന്ദൻ എന്നാണ് കെ തായാട്ടിൻ്റെ മുഴുവൻ പേര് അഥവാ ശരിയായ പേര്. ഇനി നമ്മൾ ഈ വീഡിയോയിലെ അവസാന ചോദ്യത്തിലേക്കാണ് കടക്കുന്നത്. നാം ചങ്ങല പൊട്ടിച്ച കഥ ഏതു വർഷമാണ് പ്രസിദ്ധീകരിച്ചത്? 1986 നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന കെ തായാട്ടിൻ്റെ കൃതി പ്രസിദ്ധീകരിച്ചത്. കെ തായാട്ടിൻ്റെ നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന് പറയുന്ന കൃതിയിലെ 1ാമത്തെ അധ്യായമായ ഇതൊരു സാധാരണ കഥയല്ല എന്ന് പറയുന്ന അധ്യായത്തിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലുള്ള ചോദ്യങ്ങൾ എല്ലാവരും നിർബന്ധമായും പഠിക്കുക. ഇനി മറ്റ് അധ്യായങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളുമായി നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ വരുന്നതാണ്. ആ വീഡിയോസൊക്കെ കൃത്യസമയത്ത് ലഭിക്കുവാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം വായിച്ച ഉടൻ തന്നെ ഉത്തരം അറിയാവുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ഉത്തരം രേഖപ്പെടുത്തുക. ഇതിൻ്റെ ഉത്തരവും വിന്നേഴ്സിനെ നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ്. നിങ്ങളുടെ ഉത്തരത്തിൻ്റെ കൂടെ പേര് രേഖപ്പെടുത്താൻ മറക്കരുത്. പേര് രേഖപ്പെടുത്തിയാൽ മാത്രമേ അടുത്ത വീഡിയോയിൽ നിങ്ങളെ വിന്നറായി പ്രഖ്യാപിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ്. നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന കെ തായാട്ടിൻ്റെ കൃതി ഏത് സാഹിത്യ വിഭാഗത്തിലാണ് പെടുന്നത്? ഉത്തരം അറിയാവുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ അടുത്ത അധ്യായങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളുമായി നമ്മൾ ഉടൻ തന്നെ വരുന്നതാണ്. പെട്ടെന്ന് വീഡിയോസ് ലഭിക്കുവാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.